വന്നു 2, 3, 4, 5 5-ലെത്തിയപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നമില്ലായിരുന്നു. കോളേജിൽ പഠിക്കാനുള്ള ആ ഒരു ഇഷ്ടം ഇല്ലാണ്ടാണ്. ഒരുപാട് എന്താ പറയാ, എറണാകുളത്തേക്ക് ചാടേണ്ട ഒരു അവസരം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു വിദ്യാർത്ഥി ജീവിതത്തിൽ ഒരു ഹോസ്റ്റലിൽ ഉണ്ടാവേണ്ട നിർബന്ധം ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. അപ്പോ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ 5, 6, 7 അതൊക്കെ അങ്ങനെ കഴിഞ്ഞു പോയി. കൊറോണ വന്നു. അങ്ങനെ ഞാൻ ഡിഗ്രിയിലെത്തിയില്ല. ഒക്കെ എന്റെ കൈകൊണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല. എന്റെ ഉമ്മന്റെ തന്നെ ദുആ, അതേപോലെ ഉസ്താദ്മാരെ ദുആ, അതൊക്കെ കിട്ടിയോണ്ടാണ് ഞാൻ ഇവിടെ ഡിഗ്രിയിലെത്തിയത്. ആ ഡിഗ്രി ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇപ്പോൾ ഈ അവസ്ഥയിലെത്തി. ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ പണ്ട് 2ാം ക്ലാസ്സിലോ 3-ലേക്ക് പഠിക്കുന്ന കാലത്ത് ഞാൻ വായിച്ച ഒരു കഥയുണ്ട്. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടോ? സിന്ധുബാദിന്റെ കപ്പൽ യാത്ര. അപ്പൊ ഞാനത് ഇവിടെ ലൈബ്രറി ബുക്ക് ഫെയർ തന്നപ്പോൾ ഞാൻ അന്ന് കൗതുകം കൊണ്ട് വായിച്ചത് ഒരു കപ്പലിൽ ഒരാളിങ്ങനെ വാള കുറിച്ചിട്ടുള്ള ഒരു ചിത്രമാണ് ഉണ്ടായത്. കൗതുകം കൊണ്ട് വാങ്ങിച്ചു. അത് 20 അങ്ങനെ വാങ്ങിച്ചു. വളരെ ഭക്തി പോലെ, അത്രയും ഭക്തിശാഖര പോലെ അത്ര അടിമയുള്ള ഒരു പുസ്തകമായിരുന്നു. ഇതാരും വായിച്ചിട്ടുണ്ടോ? പക്ഷെ ഞാൻ അതിൽ വായിച്ച് അതിൽ 7 കഥകൾ അദ്ദേഹം പറയുന്നുണ്ട്. 7 കഥകൾ. അതിൽ 1, 2, 3 സിമ്പിൾ കഥകളാണ്, നമ്മൾ വിശേഷ കഥകളാണ്. അതിൽ 7ാമത്തെ കഥ പറയുന്നത് അതിന്റെ വല്ലാതെ ഒരു ഈ ഒരു അവസരത്തിൽ വല്ലാതെ ഒരു ഹൃദയസ്പർശിയായിട്ട് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ഈ ഒരു സിറ്റുവേഷൻ. അദ്ദേഹം 7ാമത്തെ ആ യാത്ര, കടയാത്ര തുടങ്ങും. അങ്ങനെ ഇടയ്ക്ക് വെച്ച് കപ്പൽ തകരുന്നു. അദ്ദേഹം ഒരു ദ്വീപിൽ പെടുന്നു. ബാക്കിയുള്ളവരൊക്കെ, അദ്ദേഹത്തിന് കൂടുതലുള്ളവരൊക്കെ കുറെ പേര് മരിച്ച്, കുറെ പേരൊക്കെ രക്ഷപ്പെട്ടു. പക്ഷെ ഇദ്ദേഹം എത്തിവിട്ടത് ഒരു വിജനമായ ഒരു ദ്വീപിലേക്കാണ്. പക്ഷെ ആ ദ്വീപിന്റെ പ്രത്യേകത നല്ല ഹരിതാപമായ, നല്ല പച്ചപ്പുള്ള ദ്വീപാണ്. പക്ഷെ ആ ദ്വീപിൽ ഒരു മനുഷ്യൻ പോലും ഇല്ല. അദ്ദേഹം ആ ദ്വീപിലേക്ക് വരികയും ശേഷം രാത്രിയാകുന്നു. അദ്ദേഹത്തിന് കിടക്കാൻ വീടില്ല, തിന്നാൻ ഭക്ഷണമില്ല, ഒന്നുമില്ല. അങ്ങനെ അദ്ദേഹം അച്ഛക്ക് കഷ്ടപ്പെട്ടിട്ട് അവിടെ ഒരു ചുള്ളിക്കമ്പൾ പൊട്ടിച്ചിട്ട് അങ്ങനെയൊക്കെ ഒരു പേരുണ്ടാക്കി. അങ്ങനെ രാത്രി അദ്ദേഹം ആ പേരയിൽ ജീവിച്ചു. പിന്നെ അദ്ദേഹം കപ്പലിൽ അദ്ദേഹത്തിന്റെ തുണിയല്ല, അദ്ദേഹത്തിന്റെ ഡ്രസ്സിന്റെ ഉള്ളിൽ കുറച്ച് അരിമണികൾ ഉണ്ട്. അങ്ങനെ അദ്ദേഹം അവിടെ വിതറി നെൽകൃഷി തുടങ്ങി. അങ്ങനെ പല പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തു. കാരണം നീണ്ട 28 വർഷം അദ്ദേഹം ആ ജീവിതം ഒറ്റയ്ക്ക് കഴിഞ്ഞു പോയി. 28 വർഷം. ആ 28 വർഷത്തിൽ അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു. അദ്ദേഹത്തിന് കൂട്ടുകാരില്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു സുപ്രഭാതത്തിന് ഒരു കപ്പൽ ആ ദ്വീപിൽ വന്നു. ആ ദ്വീപിലേക്ക് വന്നു. അങ്ങനെ അദ്ദേഹം അവരൊക്കെ ക്ഷണിച്ചു. അവർക്കുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുത്തു, എല്ലാം കൊടുത്തു. അങ്ങനെ കിട്ടുന്ന കപ്പൽ യാത്രക്കാരെ തിരിച്ചു പോകണം. ആ സമയത്ത് അദ്ദേഹം ആ ദ്വീപിലേക്ക് നോക്കിയിട്ട് ഒരു കുറിപ്പിട്ടു. അവരവസാനിക്കുമ്പോൾ കോളേജ് നോക്കിയിട്ട് പറയാറുണ്ട്. അതായത് 28 വർഷം അദ്ദേഹം ഉണ്ടാക്കിയ, ഒരു മനുഷ്യന്മാരെ പോലില്ല, 28 വർഷം അദ്ദേഹം ഉണ്ടാക്കിയ ആ ദ്വീപ് മൊത്തം കൃഷി, ഫലങ്ങൾ, എല്ലാം, വീട്, പലവിധ സാധനങ്ങൾ അദ്ദേഹം ആ ദ്വീപിൽ ഒറ്റയ്ക്കുണ്ടാക്കി. അതേപോലെ ഒരു മനുഷ്യനാണ് ഈ കോളേജിലോട്ട് പോയത്. ഈ ഒരു 10 വർഷം എനിക്ക് ഈ കോളേജ് എല്ലാം തന്നു. ഉദാഹരണത്തിന് വിദ്യാഭ്യാസം, പെരുമാറ്റം, സംസാരിക്കുക, ഇങ്ങനെയുള്ള സംസാരിക്കുക, എല്ലാം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വേണ്ട എല്ലാവിധ നല്ല സ്വഭാവങ്ങളും ഈ ഇസ്ലാമിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ആ ദ്വീപ് എല്ലാ വഴികളും അദ്ദേഹത്തിന് പരിചയമാണ്. എല്ലാ വഴികളും അതേപോലെ ഇസ്രായേലിലെ എല്ലാ വഴികളും എല്ലാ വഴികളും. അപ്പോ ഞാൻ പറയാം, അപ്പൊ ഒരു മനുഷ്യന്മാർ പോലും ഇല്ലാതെ അദ്ദേഹം ജീവിച്ച അദ്ദേഹത്തിന് ഇവിടെ എല്ലാവരും ഉണ്ടായിട്ട് എനിക്ക് ജീവിക്കാൻ കഴിയുന്നത് വല്ലാത്തൊരു ഫീലിംഗാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഞങ്ങളുടെ ഭാവിക്ക് വേണ്ടിയും എല്ലാത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതോടൊപ്പം ഞങ്ങളെ റെയിൽവേക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ വിജയത്തിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ്.
അതുപോലെ ഞങ്ങൾ ഭാവി എല്ലാത്തിനും വേണ്ടി അസ്സലാമു അലൈക്കും. എൻ്റെ പേര് നജീമാണ്. ഞാൻ വയനാടാണ്. ഇവിടെ 1 മുതൽ തന്നെ പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഒന്നത്തെ അനുഭവമൊക്കെ പറയുമ്പോൾ തന്നെയാണ് ഇൻ്റർവ്യൂ ചെയ്തത്. പക്ഷേ ഇവിടെയാണ് കിട്ടിയത്. ഇത് ചെറുപ്പം മുതൽ തന്നെ മാപ്പ് വീട്ടിലായതുകൊണ്ട് മൂലയിലാണെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നത്. അങ്ങനെ ഒന്നിലെത്തിയിട്ട് നമുക്കിങ്ങനെ ഒന്നിലൊക്കെ ഭയങ്കര സങ്കടം. വയനാട്ടിലാണ് കുറേ ദൂരത്തുനിന്ന് വന്നാൽ ഇടയ്ക്കിടയ്ക്ക് വായ്പാടുള്ള രക്ഷിതാക്കളൊക്കെ കോളേജുകൾ സംസാരിക്കുക നമുക്കിങ്ങനെ കാണുമ്പോൾ അത് ഭയങ്കര സങ്കടം. പിന്നെ ഫസ്റ്റത്തെ ലീവിൽ രക്ഷിതാവിനൊക്കെ പോകാൻ പറ്റാത്ത ഓർമ്മ. അന്നൊരു കുറേ രാത്രി കറങ്ങിയത് പെയ്ത് സാധ്യത ഫസ്റ്റ് തന്നെ കുറച്ചുകൂടെ അടി കൊടുത്തത് ഓർമ്മ. അതൊക്കെയാണ് ഓർമ്മയില്ലേ. പിന്നെ ഇങ്ങനെ അങ്ങനെ ഒന്നും അധികം ഇപ്പോൾ കൂടുതൽ നാട്ടിലൊക്കെ ഭയങ്കര റയറൊക്കെ ആണെങ്കിലും ഇവിടെയൊക്കെ എന്തൊക്കെ ആയിപ്പോയി. എന്നാലും അത്ഭുതമില്ല. അങ്ങനെ 5ാം ക്ലാസ്സിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ശരിക്കും ഇവിടെ 11ാമത്തെ വർഷമാണ്. എന്തായാലും ഉമ്മാൻ്റെ ദ്വാരകൊണ്ടാണ് പറ്റിയത്. കൂടുതലായിട്ടുള്ള കൈവകൾ ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ എല്ലാവരും ഞാൻ വലിയ ആകാശാന്ന് പറയുന്നുണ്ട്. ആകെ ഒരു കാലികൾക്ക് മാത്രമേ നമ്മൾ വരക്കാറുള്ളൂ. അതിന് അതിന് ഞാൻ പരിപൂർണ്ണമാണ്. എനിക്ക് തരെ ഒരു കുഴപ്പമില്ല. പക്ഷെ അവരെല്ലാവരും എന്നെ കുറിച്ച് പുറത്തേക്ക് അങ്ങോട്ട് മനസ്സിലാക്കില്ല. ഏതായാലും നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ ജയിക്കണം, PG കഴിയണം, മുതലാവണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട്. എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. പിന്നെ അവർക്ക് പല പ്രശ്നങ്ങളും പല കുട്ടികളെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ ഒറ്റപ്പെട്ടെന്ന് പറയുന്നു. ഞങ്ങൾ 1 മുതൽ എല്ലാ വിദ്യാർത്ഥികളും എങ്ങനെ എന്നുള്ള രീതിയിലാണ് കാണാനൊക്കെ വന്നത്. തിന്നാനൊക്കെ ഉണ്ട്. അതിൻ്റെ പ്രാവശ്യം കൊക്കലൊക്കെ ഇഷ്ടമാരും മകനങ്ങനെ ഒക്കെ ഇവിടെ കുട്ടികളെ അങ്ങനെ 4 വർഷം തന്നെ ഇങ്ങനെ കൊണ്ടുവരും. പിന്നെ മുൻപ് പോകും. അങ്ങനത്തെ ഒരു അവസ്ഥ വലുതൊന്നുമില്ല. അവരൊക്കെ 1ാം ക്ലാസ്സിലാണ് അനുകൂലമായി. പിന്നെ Hey, Raj, you want to speak? എക്സാം കഴിഞ്ഞ് PG കർമ്മക്കുണ്ട്. അതിനു വേണ്ടിയുള്ള എല്ലാവരും ദുആ ചെയ്യാൻ. അസ്സലാമു അലൈക്കും. Guys, Sarafil, guys. One more, guys.
കോളേജ് ഇവിടുത്തെ ലൈബ്രറി കയറിയതാണ്. ലൈബ്രറി കയറിയപ്പോൾ ഇവിടെ മുമ്പ് നടന്ന ഞങ്ങൾ 2015 വരുന്നത്. അതിനു മുമ്പ് 2011 നടന്ന എന്തോ ഒരു സമ്മേളനത്തിൽ ഒരു സുവനീർ ഉണ്ട്. ആ സുവനീറിന്റെ ബാഗ് ഇങ്ങനെ മറിച്ചപ്പോൾ അവിടെ ലാസ്റ്റ് ഗൾഫിൽ നിന്നും ആശംസകളോടുള്ള ഒരു കോളമുണ്ട്. അതിന് ജപ്പാന്റെ ഫോട്ടോ കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ജപ്പാക്ക് പട്ടികരേഖയുടെ മുമ്പ് തന്നെ കോളേജുമായി ചെറിയ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വലിയ ആളെ കണ്ടിട്ട് ഇപ്പോൾ ഇവിടുത്തെ വലിയ സംഭവങ്ങളോ വലിയ ആളെ നടത്തിയത്. അങ്ങനെ ഇപ്പൊ ഞാൻ ഏതായാലും 10ലെത്തി ഇനി വൈവണ്ടി കഴിയുന്ന എല്ലാവരും ദ്വാ ചെയ്യാം പാസ്സാക്കാൻ. പിന്നെ അൽഹംദുലില്ലാ ഒരു ഞാൻ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിലൊക്കെ ആവുമ്പോൾ നമ്മളെ ക്ലാസ്സിൽ ഒരു പ്രാസംഗികത എല്ലാവരും അറിയപ്പെട്ടിരുന്നത്. പിന്നെ കൊറോണ കൊറോണയ്ക്ക് ശേഷം ആ മേഖല മാറ്റിയതെല്ലാം മാറിപ്പോയതാണ്. പിന്നെ കമ്പ്യൂട്ടറിന്റെ മേഖല എന്തിനിപ്പോ കോളേജിലെ വർക്കുകളായാലും കോളേജിലെ സെക്രട്ടറീസ് വർക്കുകളായാലും പോസ്റ്റർ വീഡിയോകളൊക്കെ ഏകദേശം ചെയ്ത് പിന്നെ ആ കഴിവുകൊണ്ട് തന്നെയാണ്. അങ്ങനെ കോളേജിൽ കുറെ സേവനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് കോളേജ് ഒരുപാട് അംഗീകാരങ്ങൾ നൽകുന്നുണ്ട്. ഇനിയിപ്പോ അൽഹംദുലില്ലാ ഇവിടെ ഈ കോഴ്സ് പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും. പിന്നെ അതേമാതിരി ഞങ്ങളെ പഠിച്ചിരുന്ന പണ്ടത്തെ പരിചയം പണ്ട് നാടിനെ മാത്രം അറിയിച്ചില്ല. അതായത് അറിയിക്കേണ്ടത് പിന്നെ പരിചയപ്പെട്ടു. അതിൻ്റെ അതിനോട് ഞങ്ങൾ അത് പുസ്തകങ്ങൾ പിന്നെ വേറെങ്കിൽ പണ്ട് തന്നെ പരീക്ഷ പിന്നെ ആദ്യത്തെ 2 എക്സാം ഇങ്ങനെ 2 കാര്യങ്ങളുടെ ക്ലാസ് അതെനിക്ക് സമാധാനം ക്ലാസ് എന്താണ് ഞങ്ങളുടെ വലിയ എക്സാമിന് ഫസ്റ്റ് ഞങ്ങൾ എപ്പോഴും ഫസ്റ്റ് പരീക്ഷ Inshallah tudo para mim. Mas ele não foi dulu. എല്ലാം കൂടി നല്ല ജീവിതം ആസ്വദിച്ചിട്ടുണ്ട്. എല്ലാവരും ആസ്വദിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഞങ്ങളുടെ നല്ലൊരു ഭാഗത്ത് വേണ്ടി എല്ലാവരും
ഇതെല്ലാവരും ഇവിടെ ഉണ്ടോ? ഞാൻ 10 കൊല്ലം പെട്ടെന്ന് പോകും. അപ്പോൾ യഥാർത്ഥം പോകണമെന്ന് സന്തോഷം സങ്കടം. പിന്നെ 1 ക്ലാസ് മുതൽ ഞാൻ ചെറുപ്പം മുതൽ തന്നെ മീൻകറി കൂട്ടാത്ത ഒരാളാണ്. അപ്പോൾ അതൊന്നും അങ്ങനെ തന്നെ മീൻകറി കൂട്ടില്ല. 1 ക്ലാസ്സിന് വന്നന്ന് എന്താണ് അച്ചാറ് കൊണ്ടുകൊണ്ടാണ് നിങ്ങളുടെ കയറ്റി. അപ്പോൾ സ്ഥലമൊക്കെ ചോദിച്ചു എന്താണ് അച്ചാറ് കൊണ്ടുപോകണം. അപ്പോൾ പാപ്പ പറഞ്ഞ് മീൻകറി കൂട്ടാതെ കുട്ടികൾ പറഞ്ഞു. അപ്പം അതിൻ്റെ പേരിൽ ഇപ്പോഴും ഞാൻ സ്ഥലം കളിയാക്കി ഇതിലൊരു സ്ഥലത്ത് അത് സ്ഥലത്ത് തന്നെ കണ്ടാൽ വരും. ഇപ്പോൾ അച്ചാറിങ്ങനെ കൂട്ടി മീൻകറി കൂട്ടി എല്ലാ ചെടി കളിയാക്കി. പിന്നെ ആ പ്രവർത്തനം തന്നെ 1 ക്ലാസ്സിലായത് സ്ഥാനമായി ഒരു കാര്യം 2ാം ക്ലാസ്സിലെ കാര്യം ചോദിച്ചു. 1 ക്ലാസ് തന്നെ നല്ല അടിച്ചിട്ടുണ്ട്. കേൾക്കാൻ പറ്റും. അങ്ങനെ 10 കൊല്ലം കഴിഞ്ഞ് ഇമാമത്തിൽ നിൽക്കാൻ കഴിയുന്നൊരു ബോധമുണ്ട്. അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളും ദ്വാ ചെയ്യണം. പിന്നെ വൈവ കഴിഞ്ഞ് ഈ വൈവന്റെ അടുത്തൊരു ഘട്ടം ദ്വാ ചെയ്യണം. പിന്നെ ശുഭമായ ഭാവിക്ക് വേണ്ടി ദ്വാ ചെയ്യണമെന്ന് സഹോദരൻ പഠിച്ചത്. പക്ഷേ പിന്നെ ഉമ്മാൻ്റെ ജിബാനികൾ വിചാരിക്കാനും പിന്നെ ഒരു മോനിലേക്ക് കാണാൻ അതില്ല. അപ്പോൾ 10 വർഷമായി ഇവിടെ 10 വർഷം വളരെ വിശുദ്ധമായി തന്നെയാണ് ഇവിടെ ജീവിച്ചിരിക്കുന്നത്. പഠന പാഠ്യ വിഷയങ്ങളെ മുന്നോട്ട് സാധിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ എല്ലാ അവസരമായി ഒന്നെ മോനെ അടുത്തയാണോ കേട്ടോ. ആശികേ വീഡിയോ എടുക്കാൻ എക്സ്പ്രഷൻ ട്രിപ്പ് പാർട്ടേഴ്സിൽ എടുക്കുള്ളൂ. നമ്മളൊന്നും എടുക്കില്ല ഫോട്ടോ. ട്രിപ്പ് പാർട്ടേഴ്സിൽ അപ്പോൾ അങ്ങനെ കമ്പനിയായിട്ട് ഇവിടെ അന്ന് 11.5 വയസ്സായിരുന്നു. 12 ആവണം. അങ്ങനെ കുറെ എനിക്കധികം താല്പര്യമില്ല. എന്നാലും എൻ്റെ കുടുംബത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. പാണ്ഡ്യന്മാരും താല്പര്യമില്ല. കോളേജിനനുബന്ധിച്ച് പിന്നെ ഇന്റർവ്യൂ അങ്ങനെ സ്കൂളിൽ പോയിട്ട്
വീട്ടിൽ വന്നതാണെങ്കിൽ കോളേജിൽ വിളിച്ചിരുന്നു ഇന്റർവ്യൂ കിട്ടിയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്താ മനസ്സിൽ പുതിയൊരു ജീവിതത്തിലേക്ക് അടുക്കാന്നുള്ളത് എല്ലാവരും പോവാണ് എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ഇങ്ങോട്ട് വന്നിട്ട് ചെറിയ കൂട്ടുകാരെ കിട്ടി, പുതിയ ആൾക്കാരെ പുതിയ സ്ഥാനമാരെ കിട്ടി. അങ്ങനെ എന്റെ പ്രത്യേകത പറഞ്ഞാൽ ഞാൻ കുറെ കുട്ടികൾ കരച്ചിലുണ്ടെങ്കിലും പക്ഷെ എനിക്കെന്തോ കരച്ചിലൊന്നും വന്നിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഇങ്ങനത്തെ ആദ്യത്തെ കുറച്ച് കാലങ്ങളിൽ നമ്മളെ അറബി ഗ്രാമർ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിലും അന്ന് കുറച്ച് ബുദ്ധിമുട്ടുകൊണ്ട് കുറച്ച് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തുടർ പഠനങ്ങളിലൊക്കെ അത് വളരെയധികം സഹായമായിട്ടുണ്ട്. പിന്നെ ഡിഗ്രി എത്തിയപ്പോൾ സംസ്ഥാനത്തെ എങ്ങനെയാണ് എന്നെ തെരഞ്ഞെടുത്തതെന്ന് എനിക്കറിയില്ല. എന്ത് ആളുകളെയാണ് എന്ത് കൈവാണെന്ന് അറിയില്ല അവസാനത്തെ സാധ്യമാവാൻ. പക്ഷെ അള്ളാന്റെ സാധ്യമായിട്ട് 3 വർഷം ഖിദ്മത്ത് ചെയ്യാൻ എനിക്ക് സാധിച്ചു. സ്വീകരിക്കട്ടെ. പിന്നെ 10ാം ക്ലാസ്സിലായപ്പോൾ എല്ലാവരും പ്രസിഡന്റ് സ്ഥാനത്തും 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ കുറെ പോസ്റ്റുകൾ എനിക്ക് തേടി വന്നു. ഗവൺമെന്റ് സെക്രട്ടറി ആയിട്ട് കുറെ പോസ്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ സന്തോഷത്തോടെ നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാം സ്വീകരിക്കട്ടെ. പിന്നെ എന്റെ ശക്തിയും എന്റെ ബലവും അവരെ അവരുടെ പിന്തുണയാണ് ഇത്രയും കാലം 10ാം ക്ലാസ് വരെ എത്താൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ എല്ലാവരും ഞങ്ങളുടെ വൈകല്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം